ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോന താൻ തർശീഷിലേക്ക് ആദ്യം പോകാഞ്ഞതിനെ ന്യായീകരിക്കുന്നു. ദൈവം കരുണാമയനാണ്, ദീർഘക്ഷമയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുന്നു. അവൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസംഗിച്ചുവെങ്കിലും നിനവേക്കാർ അവരുടെ പാപവഴികളെ ഉപേക്ഷിച്ചാൽ അവർക്ക് അനർത്ഥം വരികയില്ല എന്ന് വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ അവൻ ആഗ്രഹിച്ചില്ല. അവൻ ഒരു ദേവദാസൻ ആണെന്നുള്ള കാര്യം മറന്നുപോയി. 4:5 നിനവേ നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണാൻ യോന കുടിൽ കെട്ടി കാത്തിരിക്കുന്നു. എന്നാൽ ദൈവം നിനവേക്കാരോട് കരുണ ചെയ്തു, അവർക്ക് അനർത്ഥമൊന്നും വന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും കോപം വരുന്നു. നിനവേക്കാരുടെ മാനസാന്തരം അവൻ ആഗ്രഹിക്കുന്നില്ല. അവനവർക്ക് അവരുടെ പാപത്തിന് ശിക്ഷയാണ് ആഗ്രഹിച്ചത്. ചില വിശ്വാസികളും ഇങ്ങനെയാണ്. മറ്റൊരു വിശ്വാസിയോട് വല്ല പിണക്കവും ഉണ്ടെങ്കിൽ അവൻ്റെ നാശം ആഗ്രഹിച്ചു മിനക്കെട്ട് കാത്തിരിക്കുന്നു. സ്വന്തം പദവി മറന്നുപോകുന്നു. നിനവേക്കാരുടെ മാനസാന്തരവും ദൈവത്തിന് അവരോടുണ്ടായ കരുണയും കണ്ടപ്പോൾ യോനയ്ക്ക് കോപം വന്നു. 4:2 താൻ ആദ്യം തർശീഷിലേക്ക് ഓടിപ്പോയത് ന്യായീകരിക്കുന്ന യോന വീണ്ടും കാരണമില്ലാതെ കോപിക്കുന്നു. നമ്മളും ചിലപ്പോൾ ഇതുപോലെ പ്രവർത്തിക്കാറില്ലേ? ഇത് നമ്മുടെ അഹംഭാവമാണ്. ഞാനെന്ന ഭാവം അവനിൽ ഒരു ദേവദാസനാണെന്നുള്ള കാര്യം മറന്നു പോകുവാൻ കാരണമായി. നമ്മൾ ദൈവമക്കൾ ആണെന്നുള്ള കാര്യം എപ്പോഴും നമ്മളെ ഭരിക്കണം. ഒരിക്കൽ പ്രാണഭയത്തിലായ യോന യഹോവയെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ച യോന ഇതാ വീണ്ടും കോപം വന്നപ്പോൾ പറയുന്നു. 4:3 ആകയാൽ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. 4:1-2 വാക്യങ്ങളിൽ തൻ്റെ അനുസരണക്കേടിനെ ന്യായീകരിക്കുന്ന യോന ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പം മനസ്സിലാക്കാതെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും നമ്മളെ വിട്ടുപോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല സൃഷ്ടികളോടും അവന് കരുണ തോന്നുന്നു. വീണ്ടും 4:8 അവൻ തലയിൽ വെയിൽ കൊണ്ട് ക്ഷീണിച്ചപ്പോൾ മരിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നന്നെന്ന് തന്നോട് തന്നെ പറയുന്നു. അപ്പോൾ 4:9 യഹോവ അവനോട് നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. കാരണം മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച യോന മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് പുതുജീവനും പ്രാപിച്ച് പുറത്തു വന്ന കാര്യം മറന്നുപോയി. ദൈവം പാപിയായ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പാപവഴികളെ വിട്ട് തിരിഞ്ഞ് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യോന അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ കരുണയിൽ സന്തോഷിച്ചു എങ്കിലും അവരുടെ ശത്രുക്കളായവരുടെ അന്യജാതിക്കാരുടെ നാശം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം എല്ലാവർക്കും പിതാവാണ് എന്നും തൻ്റെ കരുണ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നും ദൈവ യോനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. നാമും ദൈവത്തിൽ നിന്ന് പല നന്മകളും അനുഭവിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് മറന്നുപോകും. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.